ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. സോ നമ്മളിന്ന് ഇവിടെ മിഡ് സമ്മറൊക്കെ ആണ് നടക്കുന്നത്. മിഡ് സമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്ന ദിവസം എന്നൊക്കെ പറയുന്നത്, ഒരു നേച്ചറൽ എംബ്രേസിങ്ങിൻ്റെ സംഭവം എന്നൊക്കെ പറയുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ഒരു ലീഗോ പാർട്ടി എന്ന് അവിടെ പറയുന്നത്. ലീഗോ പാർട്ടിക്ക് പോവാണ്. ഒരു മിഡ് നൈറ്റ്, മൊത്തത്തിൽ മിഡ് നൈറ്റിൽ മൊത്തം നടക്കുന്ന ഒരു ടൈപ്പ് പാർട്ടിയാണ്. അപ്പോൾ ഞാനുണ്ട്, പിന്നെ അജീമുണ്ട്, സോ നമ്മൾ പിന്നെ യദു ഉണ്ട്, എൻ്റെ റൂംമേറ്റ് യദു ഉണ്ട്. അപ്പം നമ്മൾ ജോയിൻ ചെയ്യും സെൻറ്ററിൽ വെച്ചിട്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, ആകാശം കണ്ടിട്ട് മിഡ് സമ്മർ ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇവിടെ സൺലൈറ്റ് ഒന്നുമില്ല, സമ്മറൊന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിലെ മഴക്കാലം പോലെ ഉണ്ട്. നാട്ടിലിപ്പോൾ മഴക്കാലമാണ്, അതേ സംഭവം തന്നെ. ഇവിടെ സമ്മറാണ്, ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ നോർമലി രാത്രി എൻഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10-10:30 വരെയൊക്കെ ലൈറ്റ് ഉണ്ടാവും. പക്ഷേ ഇതിനും ലൈറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളെ മിഡ് സമ്മർ ആയതുകൊണ്ട് ഇന്ന് തീരെ ലൈറ്റ് ഇല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ കറുത്ത വാവാകുമ്പോൾ നല്ല വെളിച്ചം വരില്ലേ, അതേ ഒരു അവസ്ഥ തന്നെ ഇവിടെ. ഗൈസ്, നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റേസ്നസില ഇവരുടെ ഹോസ്റ്റലിൻ്റെ ബസ് സ്റ്റോപ്പാണ്. നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഹുഡിയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഒരു സ്റ്റൈലിഷ് സെറ്റപ്പ്, തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. സോ നമ്മൾ ബസ് കാത്തു നിൽക്കുകയാണ്. ബസ് ഇപ്പോൾ വരുമായിരിക്കും, കാത്തു നിൽക്കാം. ഏതു നമ്മളവിടെ വെച്ച് ജോയിൻ ചെയ്യുന്ന പറഞ്ഞത്. അതാ ഗൈസ്, വിദൂരതയുടെ അഗാധകർത്തത്തിൽ നിന്നും ബസ് വരുന്നുണ്ട്. ഈ ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് സെൻട്രലോട്ട് എത്താൻ. സെൻട്രലിൽ എത്തിയിട്ട് വേറെ ട്രാം പിടിച്ചിട്ട് വേണം പോകാൻ. ഗൈസ്, ബസ്സിൽ കയറട്ടെ. ഗൈസ്, നമ്മൾ ഇവിടെ ട്രാം സ്റ്റോപ്പിലെത്തി. നമ്മുടെ ഉണ്ടോ റെയിൽ ട്രാം സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രാം വരുന്നുമുണ്ട്, പക്ഷേ നമുക്കതിൽ പോകാൻ പറ്റില്ല. യദു അവിടെ നിന്ന് ബസ്സിൽ നിന്ന് കയറി വരുന്നുള്ളൂ. ഓൺ ദ വേ ആണ്. നമ്മൾ അടുത്ത ട്രാമിലേ പോകാൻ പറ്റുള്ളൂ. യദു വരും, ഇവിടെ വന്ന് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വരും. നമ്മൾ ഇറങ്ങി അതുപോലെ നടന്നു വന്നിട്ടുള്ളതാണ്. സോ Ajim, so say something about this situation. We are waiting for the tram. We just missed one tram. So the situation. Yeah, situation here. It just take more 10 minutes, I guess. We just wait more 10 minutes, then we get the tram. And we'll go and enjoy the party. Yeah, we'll enjoy the party, right? Guys, അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ യദു വന്നിരിക്കുകയാണ്. യദു എന്ത് പറയാനുണ്ട് ഈ ഒരു നിമിഷത്തിൽ? മൈക്ക് പിടി. നമ്മൾ ഫെസ്റ്റിവൽ കാണാൻ പോവുകയാണ് ഗൈസ്. എന്ത് ഫെസ്റ്റിവലാണ്? നമ്മൾ മിഡ് നൈറ്റ് സമ്മർ. മിഡ് നൈറ്റ് സമ്മർ ഫെസ്റ്റിവലിന്റെ പേര് അധികം വാട്ട്സ് ദ നെയിം ഓഫ് ദി ഫെസ്റ്റിവൽ? ലീഗോ പാർട്ടി. എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ പോയിട്ട്? ഡിജെ ഓ ഡിജെ എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ്? ഫുഡ് ഓക്കെ, ഫുഡ് മേടിച്ചു കഴിഞ്ഞ ഫുഡ്. ഓ ഗേൾസ്. അങ്ങനെ പലതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അതെ ഗായ്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവരും, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടാണ് പരിപാടി എന്നുള്ളത് ഒരു പിടിയില്ല. രാജീവുമുണ്ട്, യദുവുണ്ട്. നമ്മളിങ്ങനെ നടന്ന് സ്ഥലം കണ്ടുപിടിക്കുകയാണ്. ഇതാ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഗായ്സ്, ഇരുട്ടി വരുന്നുണ്ട്. യദു ഇങ്ങനെ ഫോണിൽ സൊള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൊള്ളുന്നു ഇങ്ങനെ ആരോടോ. ആൾക്കാരൊക്കെ ഉണ്ട്, വോയിസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടക്കുന്നതാ നമ്മുടെ വാഗമണിലെ പൈൻ ഫോറസ്റ്റ് പോലെ ഉണ്ട് ചുറ്റില്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റോഡ് ഉണ്ടാക്കി നടക്കുന്ന പോലൊരു ഫീല്. ഇത് എങ്ങോട്ടാ ചെല്ലുന്നതും എന്താണ് അവിടെ പരിപാടി എന്നുള്ളതും നമുക്കൊരു പിടിയില്ല. പോയി നോക്കാം. ഗായ്സ്, അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് ഇവിടെ എന്തോ ഒരു DJ പരിപാടിയാണ്. ചിലപ്പോൾ വോയിസ് ക്ലിയർ ആയിരിക്കില്ല. കണ്ട കുറെ പേര് തൊപ്പിയൊക്കെ വെച്ച്. ഇതാണ് മിഡ് സമ്മറിന്റെ ഒരു സിംബോളിക് ആയിട്ട് വരുന്നത്. പോലീസൊക്കെ ഉണ്ട്. കണ്ടോ ജനപ്പെരുപ്പവും കണ്ടോ ഇവിടുത്തെ ജനമാണ്. അമ്മമാരല്ലേ. സോ ഗൈസ്, നമ്മള്
കൂടി. ഇവിടെ നല്ല ഒരു അടിപൊളി പരിപാടിയാണ് സംഭവം. നല്ല സ്ക്രീനൊക്കെ വെച്ച് നമ്മുടെ നാട്ടിലെ തൈക്കുടം ബ്രിഡ്ജ് പോലുള്ള ഏതോ ഒരു ഇവിടുത്തെ ഒരു വലിയ ബാൻഡാണെന്ന് തോന്നുന്നത്. എല്ലാവർക്കും അവരുടെ പാട്ടൊക്കെ അറിയാം. എല്ലാവരും ഏറ്റുപാടുന്നുണ്ട്. ഇഷ്ടം പോലെ പേരെ തടിച്ചു കൂടിയിട്ടുണ്ട്. നല്ല ഒരു അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. അതായത് അവരുടെ വർഷത്തിലുണ്ടാവുന്ന വൺസിലും ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പാട്ടുകൾ ആസ്വദിക്കുന്നു. എല്ലാവരും ഹാപ്പിയാണ്. ഫാമിലീസ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഫ്രണ്ട്സായിട്ട് വന്നവരുണ്ട്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് നല്ല ഒരു വൈബ് മൂഡാണ്. ഇപ്പം അവിടെ ഏതോ നല്ലൊരു പാട്ടുകാരൻ നിന്നിട്ട് വൈബാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു റോക്ക് സോങ്, ഇപ്പോഴത്തെ റോക്ക് സോങ്സ് ഒക്കെ പോലെ നമ്മുടെ തൈക്കുടം പിടിച്ചൊക്കെ നമുക്കുണ്ടായിരുന്നൊരു വികാരം പോലുള്ള അങ്ങനത്തെ ഒരു ബാൻഡാണെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും വലിയ പാട്ടുകാരായിരിക്കും, നമുക്കറിയില്ല. അവരവരുടെ ഭാഷയുള്ള പാട്ട് പാടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സൈഡുകളിലായിട്ട് ഒരുപാട് സ്റ്റോറുകളുണ്ട്. ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരുപാട് ഇപ്പം ഇങ്ങനത്തെ ഇവിടുത്തെ ജെർക്കുകൾ, അതായത് ഇപ്പം ബീഫ് ജെർക്ക്, പോർക്ക് ജെർക്ക്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി ഗാർഡുകൾ എല്ലാവരും വന്ന് ഇവിടെ ഫുഡ്, വലിയ വലിയ ക്യൂ ആണ്. പിന്നെ ഇതാ ഇവിടെ സോസേജുകളുണ്ട്, പല ടൈപ്പ് സോസേജ്, ബ്ലഡ് പുഡിങ് സോസേജ്, അങ്ങനെ പലതിനും സോസേജ് ഉണ്ട്. ഇവരുടെ ഒരു ഫുഡാണത്, തനതായിട്ടുള്ള ഫുഡാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് നിൽപ്പുണ്ട്. പിന്നെ അവിടെ കുറേ പേര് ഇരുന്നിട്ട് ഈ തലയിൽ വെക്കുന്ന കിരീടം പോലത്തെ സാധനം ഉണ്ടാക്കുവാണ്. പൂ കൊണ്ടുള്ള, പെണ്ണുങ്ങൾക്കാണെങ്കിൽ പൂ കൊണ്ടുള്ള, ആണുങ്ങൾക്കാകുമ്പോൾ ഇല കൊണ്ടുള്ള ഒരു സംഭവമാണ്. അവർ ഇരുന്നുണ്ടാക്കുകയാണ്. എന്നിട്ട് എല്ലാവരും തല വെച്ച് അടക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയാണ് ഇവിടെ. അത്യാവശ്യം അവരെല്ലാം മറന്ന്, കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ വർക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവരും എൻജോയ്മെന്റ് വരുമ്പോൾ മൊത്തത്തിൽ എൻജോയ് ചെയ്യും. ആ ഒരു രീതിയിൽ അവർ മൊത്തത്തിൽ ഫാമിലി ആയിട്ട്, കൊച്ചുമക്കളായിട്ട് എല്ലാവരും ഇങ്ങനെ വന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ എല്ലാവരും വന്ന് ഇരുന്ന് കാണുന്നവരുണ്ട്, നിന്ന് കാണുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്നവരുണ്ട് ഇഷ്ടംപോലെ. ഭയങ്കര രസമാണ്. പിന്നെ നമ്മളൊരു അപ്പൂപ്പൻ കൊച്ചുമോളുമായിട്ട് നിന്ന് ഡാൻസ് കളിക്കുന്നത്, എല്ലാവരും ഒരു വൈബ് ചെയ്യാണ്. അവരവരുടെ ഒരു ഫ്രീ ടൈം, അവരുടെ വർഷത്തിൽ വരുന്ന ഒരു എൻജോയ്മെന്റ്, അതെല്ലാവരും എൻജോയ് ചെയ്യാണ്. നമ്മളൊന്നും നോക്കാതെ, നമ്മളെ പോലെ മുൻധാരണകളില്ലാതെ അവരവരുടെ സ്വയം മറന്ന് ഡാൻസ് കളിക്കുകയാണ്. ഇതൊക്കെയാണ് യൂറോപ്യൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അവർ എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യും, വർക്ക് ചെയ്യേണ്ട സമയത്ത് എക്സലൻസ് വർക്ക് ചെയ്യും. അവർ കൊച്ചുമക്കളാണ് സംഭവം. അപ്പൂപ്പൻ്റെ ഒരു വൈബ് സംഭവം കണ്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഗമ പിടിച്ചിരിക്കും. നാട്ടിലുണ്ട് ഒരുപാട് നല്ല വൈബ് അപ്പൂപ്പന്മാർ, എന്നാലും ഇവിടെ ഉള്ളവരൊക്കെ ഒരു അത്യാവശ്യം നല്ല വൈബാണ് ആൾക്കാർ, നല്ല ആറ്റിറ്റ്യൂഡാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഈ പാർട്ടിയൊന്നുമില്ല. ആക്ച്വലി മിഡ് സമ്മർ എന്ന് പറയുമ്പോൾ നടുവിൽ തീയൊക്കെ എത്തിച്ച് വെച്ച് ആ തൊപ്പി ഞാൻ കാണിച്ചു തന്നല്ലോ, അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ട്രഡീഷണൽ പ്രോഗ്രാമാണ്. നമ്മൾ അതാന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് കൊണ്ട് വന്നത്. പക്ഷേ നമ്മളുള്ളത് ക്യാപിറ്റൽ സിറ്റിയിലാണ്, റീഗയിലാണ്. അപ്പോൾ ഇവർ ഈ മുനിസിപ്പാലിറ്റി പ്രൊവൈഡ് ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഒരു ഓണമൊക്കെ വരുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ വക ഓരോ പരിപാടികൾ നടത്താറുണ്ടല്ലോ, അതുപോലെ അവർ നടക്കുന്ന ഒരു ജസ്റ്റ് ഒരു DJ പരിപാടി മാത്രമാണ്. സൈഡിൽ ചെറിയ ചെറിയ ഫുഡ് സ്റ്റാളുകളും പിന്നെ ബിയർ സ്റ്റാളുകളും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതല്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളിനിയിപ്പം അടുത്ത വർഷങ്ങളിൽ, ഇപ്പം അടുത്ത വർഷത്തെ മിഡ് സമ്മറിനൊക്കെ അങ്ങനെ ഒരു ട്രഡീഷണൽ പരിപാടി തന്നെ പോയി കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിപ്പോൾ നമ്മൾ ഇപ്രാവശ്യം തന്നെ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമ്മളത് കാണുന്നതായിരിക്കും. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. സോ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കുറെ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതന്നെ, ഗേൾസ് മാത്രമേ ഉള്ളൂ. യേതുവിൻ്റെ എക്സ്പെക്ടേഷനിൽ ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ തീർക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളെ കാണാം. ബൈ.